പല കാരണങ്ങൾ കൊണ്ട് പോപ്പുലറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 3 ലക്ഷത്തോളം രൂപ ലാഭിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നേരിട്ടുള്ള നിയന്ത്രണത്തിലൂടെ തന്നെ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസുകൾ വഴിയും ചേരാൻ സാധിക്കുന്ന ഇൻഫ്ലേഷൻ, അതായത് നമ്മളുടെ പണപ്പെരുപ്പത്തോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാ കാലത്തും തന്നിട്ടുള്ള ഒരു ലോങ് ടേം നിക്ഷേപമാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ സാധാരണ ഒരു ഇന്ത്യക്കാരൻ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരന്, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരന് വെറും 500 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷം നിക്ഷേപിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്ന എമൗണ്ടിന് ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനും ഈ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുകയും അതുപോലെ നമ്മൾ പൈസ പിൻവലിക്കുമ്പോൾ അതിനും ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന എക്സെംപ്റ്റ് കാറ്റഗറിയിൽ വരുന്ന വളരെ ചുരുക്കം നിക്ഷേപങ്ങളിൽ ഒരെണ്ണമാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. 15 വർഷമാണ് ഇതിൻ്റെ കാലാവധി എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 7.1% ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് വെറും 500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ ഈ 500 രൂപ പിന്നെ അവിടെ കാണുന്നൊരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് സ്റ്റാർട്ടായി. എല്ലാ വർഷവും മിനിമം 500 രൂപ അടച്ച് ഈ അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിലനിർത്താം. 15 വർഷത്തിന് ശേഷം ആ സമയത്ത് ഉള്ള ബാലൻസ്, ആ സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള പ്രിൻസിപ്പലും അതുവരെ നമുക്ക് കിട്ടിയുള്ള ഇൻട്രസ്റ്റും കൂടെ കൂട്ടിച്ചേർത്തുള്ള എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഈ 15 വർഷം കഴിഞ്ഞും നമുക്കിത് ഓരോ 5 വർഷത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ള ഗുണമുണ്ട്. ഇതിന് പല ഗുണങ്ങളുണ്ട്. ഈ ടാക്സ് ബെനിഫിറ്റാണ് ഒരു പ്രധാനപ്പെട്ട ഗുണം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് പ്രീമച്ചുർ ഈ ക്ലോസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ആകെയുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ NRIകൾക്ക് പുതിയതായിട്ട് PPFകളിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. NRIകൾ ഓൾറെഡി NRI ആവുന്നതിന് മുൻപ് ഒരു PPF അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പുതിയതായിട്ട് NRI സ്റ്റേറ്റസിലുള്ള ഒരാൾക്ക് അത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 3 ലക്ഷം രൂപ ഈ PPFൽ നിന്ന് നമുക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ PPF അടക്കമുള്ള മിക്കവാറും ഈ പോസ്റ്റ് ഓഫീസ് ഡ്രിവൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജനയാവട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീം ആവട്ടെ, അങ്ങനെയുള്ള ഇതിനെല്ലാം തന്നെ ഓരോ മാസവുമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 5-ാം തീയതിയും അവസാനത്തെ ദിവസവും, ഒരു മാസത്തിലെ 5-ാം തീയതിയും അവസാനത്തെ തീയതിയും അതിനുള്ളിൽ വരുന്ന ഏറ്റവും മിനിമം ബാലൻസിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരാൾ അയാളുടെ PPF അക്കൗണ്ടിൽ 4-ാം തീയതി ഒരു 10,000 രൂപ ഇട്ടു, 6-ാം തീയതി ഒരു 10,000 രൂപ വീണ്ടും ഇട്ടു. അപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ വെറും 10,000 രൂപയ്ക്ക് കിട്ടുള്ളൂ. കാരണം എന്താ, 5-ാം തീയതിക്ക് മുൻപുള്ള പൈസയ്ക്ക് മാത്രമേ എന്തുള്ളൂ, ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ കത്തിയിട്ടുണ്ടാവും, എന്താണ്, ഈ 15 വർഷവും നിങ്ങൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, PPFിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 5-ാം തീയതിക്ക് മുൻപ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ പ്രകാരം 3 ലക്ഷത്തോളം രൂപ ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മുന്നോട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 3 ലക്ഷം രൂപ ലാഭിക്കാനായിട്ട് സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം തിരിച്ചറിയാൻ സാധിക്കും. ഇനി PPF അക്കൗണ്ടുകൾ ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന 2 വീഡിയോകൾ PPFനെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. PPFൻ്റെ പ്രത്യേകതകളും PPFുമായിട്ട് മറ്റുള്ള സ്കീമുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡയറക്ഷനുകളോ വേണമെന്നുണ്ടെങ്കിൽ 8848030018 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട്